Hi students, class 9 SCERT സിലബസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പെയർ ഓഫ് ഇക്വേഷൻസിലെ അഥവാ സമവാക്യ ജോഡിയിലെ സമവാക്യം എങ്ങനെ ഉണ്ടാക്കാം അഥവാ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇപ്പം പുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യമായ പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിൻ്റെ വില എന്താണ്? ബാഗിൻ്റെയോ? ഇതാണ് ചോദ്യം. ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുന്നില്ല, പകരം രണ്ട് ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യുന്നു, അഥവാ സമവാക്യങ്ങൾ ഉണ്ടാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. അപ്പോൾ ബാഗിന് ബി എന്നും ബാഗിൻ്റെ വിലയെ ബി എന്നും ചെരുപ്പിൻ്റെ വിലയെ എസ് എന്നും കൊടുത്താൽ ബാഗിൻ്റെ ആദ്യത്തെ അക്ഷരമായ ബിയും സാൻഡൽസിൻ്റെ ആദ്യത്തെ അക്ഷരമായ എസും കൊടുത്തു കഴിഞ്ഞാൽ ബി പ്ലസ് എസ് രണ്ടിനും കൂടെ കൂട്ടി 1100 രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം രണ്ടിനും കൂടെ കൂട്ടി 1100 രൂപയായി. ഇനി ബാഗിന് ചെരുപ്പിനേക്കാളും 300 രൂപ കൂടുതലാണ്. ബാഗിൻ്റെ വില എന്ന് പറയുന്നത് ചെരുപ്പിനേക്കാളും, ചെരുപ്പിൻ്റെത് എസ് ആണ്, അതിനേക്കാളും 300 രൂപ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഇക്വേഷനകത്ത് സമവാക്യത്തിനകത്ത് ബിയും എസും ഒരു വശത്തും, രണ്ടാമത്തെ സമവാക്യത്തിനകത്ത് ബി ഒരു വശത്ത്, അതായത് ഈക്വൽ ടു സൈൻ്റെ ഒരു വശത്തും എസ് മറ്റേ വശത്തുമാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബിയെയും എസിനെയും അതായത് വേരിയബിൾസ് ആയ ബിനെ എസിനെയും ഒരേ വശത്തേക്ക് കൊണ്ടുവരണം. ആദ്യത്തെ ഇക്വേഷന് കുഴപ്പമില്ല, അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒന്നാമത്തെ ഇക്വേഷൻ. പക്ഷെ രണ്ടാമത്തെ ഇക്വേഷനകത്ത് ഈ എസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അതായത് ബി എസിൻ്റെ സൈൻ തൊട്ട് മുമ്പിലാണ് കിടക്കുന്നത്, അത് സൈൻ ഒന്നും ഇല്ല, അതിൻ്റെ അർത്ഥം പോസിറ്റീവാണ്. അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ആയി. ബി മൈനസ് എസ് ഈക്വൽ ടു 300. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. ഈ രണ്ട് സമവാക്യങ്ങൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് രണ്ടും ഫ്രെയിം ചെയ്യുന്നത് ആണ് ഏറ്റവും അത്യാവശ്യമുള്ളത്. അവിടെ തന്നെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത് ഫ്രെയിം ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം പഠിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം ആണ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ്. രണ്ട് സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? ഇവിടെയും നമ്മൾ ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യുന്നേ ഉള്ളൂ, സമവാക്യങ്ങൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ട് സംഖ്യകളെ നമ്മൾ എക്സും വൈയും ആയിട്ടാണ് എടുക്കുന്നത്. തുക എന്ന് പറഞ്ഞാൽ കൂട്ടുക, എക്സ് പ്ലസ് വൈ. രണ്ട് സംഖ്യകളുടെ തുക ഇവിടെ തന്നിട്ടുണ്ട് 26. അപ്പോൾ എക്സ് പ്ലസ് വൈ 26 എന്ന് എഴുതാം. അത് ഒന്നാമത്തെ സമവാക്യമായി. ഇനി അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുക. എക്സ് മൈനസ് വൈ ഈക്വൽ ടു അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 4ഉമാണ്. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഫ്രെയിം ചെയ്തു. ഈ രണ്ട് ഇക്വേഷൻസ് ഫ്രെയിം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്രയും മാർക്ക് ലഭിച്ചു. ഇനി സോൾവ് ചെയ്യുന്ന നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. ഇവിടെ ഞാൻ ചതുരം വരച്ച് കാണിക്കാം. ഇതാണ് ചതുരം. അപ്പോൾ അതിൻ്റെ നീളത്തിന് ലെങ്തിനെ എൽ എന്നും ബ്രെഡ്ത്തിനെ ബി എന്നും കൊടുക്കാം. അപ്പോൾ നമുക്ക് ചുറ്റളവാണ് തന്നിരിക്കുന്നത്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ, അതായത് 4 വശങ്ങളുടെയും കൂടെ ലെങ്ത്തുകൾ കൂട്ടണം, അതാണ് ചുറ്റളവ്. അപ്പോൾ ഇവിടെയും ലെങ്ത്ത് തന്നെയാണ്, ഇവിടെയും ബ്രെഡ്ത്ത് തന്നെയാണ്, അതായത് എതിർവശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ചുറ്റളവ് 40ആണ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 40ആണ്. നമുക്ക് സമവാക്യ ചുറ്റളവ് അല്ലെ പെരിമീറ്റർ കാണാനുള്ള സമവാക്യം ഉണ്ട്. ഇനി അതറിയത്തില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ചുറ്റളവ്, ചുറ്റും ഉള്ള അളവ് അതെല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ കൂട്ടിയപ്പോൾ 40. ഇവിടെ എൽ 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ 2 ടൈംസ് എൽ എന്ന് എഴുതാം. 2L + 2 ടൈംസ് ബ്രെഡ്ത്ത്, അതെന്ന് പറയുന്നത് 40ആണ്.
ഇനി ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2. 40 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഒരു ഗുണിതമാണ്, 2ൻ്റെ ടേബിളിൽ വരുന്നതാണ്. അപ്പോൾ അതിനെ 2 കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് വിടാം. അതായത് എല്ലായിടത്തും പകുതി വീതം എടുക്കുക. ഇപ്പം ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20ആണ്. 40ൻ്റെ പകുതി 20ആണ്. ഇതാണ് ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത്തെ സമവാക്യം ഉണ്ടാക്കണം. അതായത് ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം ലെങ്ത്താണ് നമ്മളിവിടെ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് മറ്റേ വശത്തിനേക്കാൾ, അതായത് ബിയേക്കാളിലും 8 കൂടുതലാണ്. കൂടുതൽ എന്ന് പറയുമ്പം 8. ഇത് രണ്ടാമത്തെ സമവാക്യമായിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. അപ്പോൾ സമവാക്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സോൾവിങ് എളുപ്പമാണ്.